ഹലോ വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് ഞാൻ 1 കിലോ വരുന്ന വാൻചോ കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഓവൻ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. പിന്നെ ഗണാഷ് ഉണ്ടാക്കുന്നതൊക്കെ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. ആദ്യം നമ്മൾ വാനില സ്പോഞ്ച് കേക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇളം ചൂടുള്ള ഒരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂണോളം വിനീഗർ ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു ഭാഗത്തേക്ക് അങ്ങ് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ പൊടികളൊക്കെ ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് 1/2 കപ്പും 1 ടേബിൾ സ്പൂണും മൈദ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 2 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ പൊടികൾ. പിന്നെ ഒരു ബൗളിൽ 2 മുട്ടയും ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസും ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എപ്പോഴും മുട്ട ബീറ്റ് ചെയ്യുന്ന ബൗൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗളായിരിക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. 2 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരുന്ന വരെ തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. ആ മുട്ടയുടെ യെല്ലോ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ട് ഇതുപോലെ വൈറ്റ് കളറാവുന്നവരെ ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് ഒന്നങ്ങ് ബീറ്റ് ചെയ്തതിന് ശേഷം ബീറ്റർ ഓഫാക്കുക. ഇപ്പോൾ ബീറ്റിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികൾ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നേരത്തെ അരിച്ച് വെച്ച പൊടികളുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. 2 ബാച്ചാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പതുക്കെ പതുക്കെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. കേക്ക് ബാറ്റർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യാനുള്ള മോൾഡിലേക്ക് മാറ്റണം. ഞാനൊരു 8 ഇഞ്ചിൻ്റെ സ്ക്വയർ ആയിട്ടുള്ളൊരു മോൾഡാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലേക്ക് ബട്ടർ പേപ്പർ വിരിച്ച് കൊടുത്തിട്ടുണ്ട്. കേക്ക് ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് താഴേക്ക് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കണം, എയർ ബബിൾസൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ വലിയ അലുമിനിയത്തിൻ്റെ ചെമ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ താഴ്ഭാഗത്ത് ഒരു 4-5 ടേബിൾ സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലത്തെ ഒരു തട്ട് വെച്ച് കൊടുക്കുക. എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കേക്ക് ബാറ്റർ ഒഴിച്ച് വെച്ച ആ ഒരു മോൾഡ് അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇതിൻ്റെ മുകളിൽ എയർ ഒന്നും പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വെയിറ്റ് എടുത്ത് വെക്കണം. ഞാൻ ഇതുപോലത്തെ ഒരു കല്ലെടുത്ത് വെക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് വെച്ചാലും മതി. ഒട്ടും എയർ പുറത്തേക്ക് പോകരുത്. കറക്റ്റ് ഒരു 35 മിനിറ്റാണ് കേട്ടോ നമുക്ക് ആവശ്യം വരെ ഇത് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. 35 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. എന്നിട്ട് ഒരു കത്തിയോ സ്ക്വയറോ എന്തെങ്കിലും കുത്തി നോക്കിയിട്ട് ഉൾഭാഗം വെന്തിനോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ക്ലീനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഓരോരുത്തരുടെ ഫ്ലെയിമിനനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. ഒരു 35 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഓപ്പൺ ചെയ്ത് നോക്കുക. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റ് എക്സ്ട്രാ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വാൻചോന് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് സ്പോഞ്ചാണ് റെഡിയാക്കി എടുക്കേണ്ടത്. നേരത്തെ അതേ മെഷർമെൻറ്റ് തന്നെ കേട്ടോ. 1 കപ്പും 1 ടേബിൾ സ്പൂണും മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 നുള്ളുപ്പ് ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പൊടികൾ. അപ്പോൾ ഇതും 2 മുട്ട വെച്ചിട്ട് 1/2 കിലോ വെയിറ്റ് വരുന്ന കേക്ക് തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത്. 2 മുട്ടയും ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസും ചേർത്ത് കൊടുക്കുക. ബീറ്റ് ചെയ്യാൻ തുടങ്ങാം. ഇതിൻ്റെ ഇടയിൽ തന്നെ നേരത്തെ ചെയ്ത പോലെ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് 2 പ്രാവശ്യമായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് വൈറ്റ് കളർ ആവുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ബീറ്റർ ഓഫ് ആക്കുക. പിന്നെ നേരത്തെ അടിച്ച് വെച്ച പൊടികളുണ്ടല്ലോ, അത് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു സെയിം മോൾഡിൽ തന്നെ ബട്ടർ പേപ്പർ മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് കേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ കറക്റ്റ് ആ ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കേണ്ടത്.
ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കുക. ഒരു 35 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കേക്ക് റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ 1.25 കപ്പ് ക്രീമാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഫിയോണ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് സ്റ്റിഫായിട്ട് റെഡിയായി വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ബേക്ക് ചെയ്ത് വെച്ച് 2 കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇത് ഐസിങ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ ചോക്ലേറ്റ് കേക്ക്, ഇത് വാനില കേക്ക്. ആദ്യം ഞാൻ വാനില കേക്ക് 2ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇത് 3 ലെയറായിട്ട് ചെയ്യുന്നില്ല, 2 ലെയറാട്ടോ ചെയ്യുന്നത്. അപ്പോൾ വാനില കേക്ക് ആദ്യം കട്ട് ചെയ്യാം. ഇതങ്ങ് മാറ്റി വെക്കുക. ഇതുപോലെ തന്നെ ചോക്ലേറ്റ് കേക്കും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നൂല് വെച്ചിട്ടാണെങ്കിൽ നൂല് വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി. ഞാൻ എപ്പോഴും കത്തി വെച്ചിട്ട് തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്കിനി ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കേക്ക് ബോർഡിൻ്റെ മുകളിൽ ഒരു വാനില പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കണം. ഇപ്പം സാധാരണ ഷുഗർ സിറപ്പ് ആണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഞാൻ പാലിലാണ് ഷുഗർ മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ട് കേക്ക് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഒരു ലെയർ ക്രീം വെച്ച് കൊടുക്കാം. ഇപ്പോൾ ക്രീം വെക്കുമ്പം ഈസി ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് സ്പ്രെഡാക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ ഇടയിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ആണ് വാനില കേക്കിൻ്റെ മുകളിലായിട്ട് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചെറി കട്ട് ചെയ്തും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇടയിൽ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തതിന് ശേഷം ചോക്ലേറ്റ് ലെയർ വെച്ച് കൊടുക്കുക. സെയിം പാല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കുക. വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ മുകളിലായിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. സെയിം നേരത്തെ ചെയ്ത പോലെ തന്നെ ചെറി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് വാനില കേക്ക് വെച്ച് കൊടുക്കുക. പാല് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കുക. വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുക. വൈറ്റ് ചോക്ലേറ്റ് പിന്നെ ചെറി വെച്ച് കൊടുക്കുക. ലാസ്റ്റ് അതിൻ്റെ മുകളിലായിട്ട് പിന്നെ നമ്മൾ ബാക്കി വന്ന ആ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ പീസ് വെച്ച് കൊടുത്തിട്ട് ക്രീം ആക്കി കൊടുക്കുക. ഈ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ മുകളിലായിട്ട് പാല് വെച്ചിട്ട് വെറ്റ് ചെയ്തെടുത്ത് മാത്രമേ ഉള്ളൂ. പിന്നെ ക്രീം വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. ആദ്യത്തെ ആ ഒരു ക്രീം കോട്ട് കൊടുക്കുകയാണ്. ക്രം കോട്ട് കൊടുത്ത കേക്ക് നമുക്കൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഈ ഒരു സമയത്ത് ഇതിന് വേണ്ടിയിട്ടുള്ള ഗണാഷ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഞാൻ 1/2 കപ്പ് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രഷ് ക്രീമിന് പകരം വിപ്പിംഗ് ക്രീം ചേർത്താലും മതി. എന്നിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. നന്നായിട്ട് തിള വരെയൊന്നും വേണ്ട, സൈഡിൽ നിന്നൊന്ന് തിളച്ച് വരുന്ന സമയം വരെ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. ഈ ഒരു ഗണാഷ് നമ്മൾ 1:2 എന്ന റേഷ്യോയിലാട്ടോ ചെയ്യുന്നത്. ക്രീം ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് 1 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം. വൈറ്റ് ചോക്ലേറ്റ് എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള വൈറ്റ് ചോക്ലേറ്റ് ആയിരിക്കണം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്ക് തന്നെ ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായിട്ട് വന്നോളും. ഒരു 1/4 ഭാഗത്തോളം റെഡിയായി കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുക. ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ഗണാഷയ്ക്ക് നല്ലൊരു ഗ്ലേസിങ് ഉണ്ടാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഗണാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ തന്നെയാണ് ഡാർക്ക് ചോക്ലേറ്റ് ഗണാഷും റെഡിയാക്കി എടുക്കേണ്ടത്. ഇത് വൈറ്റ് വാൻചോ കേക്ക് ആയതുകൊണ്ട് തന്നെ ഡാർക്ക് ചോക്ലേറ്റ് ഗണാഷ് ഇത്രയൊന്നും വേണ്ട. 1:2 എന്ന റേഷ്യോ തന്നെയാണ് ചെയ്യേണ്ടത്. ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീമിലേക്ക് 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ടാണ് ഗണാഷ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ബട്ടറും ലാസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സെയിം പ്രൊസീജിയർ തന്നെ കേട്ടോ ചെയ്തിട്ടുള്ളത്. 2 ഗണാഷ് ഒരു സമയത്ത് തന്നെ റെഡിയാക്കി എടുക്കുക. എന്നിട്ടൊരു ഭാഗത്തേക്ക് അങ്ങ് മാറ്റി വെക്കുക. പിന്നെ നമ്മുടെ കേക്കിന് ഫൈനൽ കോട്ട് കൊടുക്കണം. ഫൈനൽ കോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച കേക്ക് പുറത്തെടുക്കുക. അതിനുശേഷം പുറത്ത് നന്നായിട്ട് കുറച്ചധികം ക്രീം തന്നെ അപ്ലൈ ചെയ്തിട്ട് കംപ്ലീറ്റ് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ക്രംസൊക്കെ നന്നായിട്ട് തന്നെ കവർ ചെയ്യുക. കേക്ക് നല്ല ഷേപ്പാക്കി എടുക്കുക. അപ്പോൾ വാൻചോ കേക്കൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ ഒരുപാട് ക്രീം ഒഴിച്ചിട്ട് കവർ ചെയ്തെടുക്കണം എന്നില്ല. ലാസ്റ്റ് നമ്മൾ ഗണാഷ് ഒഴിക്കുന്നതിന് മുന്നേ കേക്ക് അത്യാവശ്യം നല്ല ഷേപ്പായി കിട്ടിയാൽ മതി. പിന്നെ ഇതിലേക്ക് ഗണാഷ് ഒഴിക്കുന്നതിന് മുന്നേ ഒരു 10 മിനിറ്റെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് കേക്ക് ഒന്ന് തണുപ്പിച്ചെടുക്കണം. നമ്മൾ റെഡിയാക്കി വെച്ച ഗണാഷാണിത്. നല്ല ഗ്ലേസിങ്ങോടെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു കേക്ക് കംപ്ലീറ്റ് ഫുള്ളായിട്ട് ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ട് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് ചോക്ലേറ്റ് വെച്ചിട്ട് ചെയ്താൽ മതി.
അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മുകൾ ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് ചെരിച്ച് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ട്. വൈറ്റ് ചോക്ലേറ്റ് ഒലിച്ചിറങ്ങുന്ന സമയത്ത് തന്നെ ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിങ്ങനെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു സൈഡിലേക്ക് മാത്രം ഡാർക്ക് ചോക്ലേറ്റ് ആക്കി കൊടുക്കുന്നേ ഉള്ളൂ. എന്നിട്ട് കൈ വെച്ചിട്ട് ഒരു ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ കൈ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ടൂത്ത് പിക്ക് വെച്ചിട്ടോ സ്ക്വയർ വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ഡിസൈൻ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ സൈഡിലേക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചായിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ഒറ്റിച്ച് കൊടുത്തിട്ട് ഒന്ന് അട്രാക്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് താഴ്ഭാഗത്ത് ഒരു ബോർഡറും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലോണം ഒന്ന് തണുപ്പിച്ചെടുക്കുക. ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുക. അതിന് ശേഷം കഴിച്ച് നോക്കുക. അടിപൊളി കേക്കാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണ്. എന്തായാലും ട്രൈ ചെയ്യണേ. ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. താങ്ക്